എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാള മൂവിയാണ് മാജിക് മഷ്റൂംസ്. നാദിർഷയുടെ സംവിധാനത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൂടാതെ അക്ഷയ് ഉദയ്കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം സൺനെക്സും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. ഈ മൂവി ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് ക്രിസ്റ്റീന. സുദർശന്റെ സംവിധാനത്തിൽ ആര്യ, സുധീർ കരമന, MR ഗോപകുമാർ, സീമാജിത് നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ക്രിസ്റ്റീന. ഏറെ ആകാംക്ഷയോടെ കാണാവുന്ന രീതിയിലാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഹിന്ദി മൂവിയാണ് മർദാനി 3. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി പോലീസ് വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദും പ്രധാന വേഷത്തിലെത്തുന്നു. അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഈ മൂവി ആദിത്യ ചോപ്രയുടെ യാഷ്രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 30 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാള മൂവിയാണ് ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി അവതാർ ഫയർ ആൻഡ് ആഷ്. അവതാർ പരമ്പരയിലെ മൂന്നാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു ഫാന്റസി എപ്പിക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഇന്ത്യയിൽ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറും ഇന്റർനാഷണലി ഡിസ്നി പ്ലസുമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ മെയ് മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സീറ്റ. ഒരു സ്പൈ ത്രില്ലർ സിനിമയാണ് സീറ്റ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മരിയോ കസാസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ചന്ദ്രനും പോലീസും. 2024 റിലീസ് ചെയ്തൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് ചന്ദ്രനും പോലീസും. M പ്രസാദ് നിർമ്മിച്ച് ശ്രീജി ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് അനൂപ് കൃഷ്ണൻ, മധു വിഭാകർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് ചന്ദ്രനും പോലീസും. ഒരു സാധാരണ വ്യക്തിയായ ചന്ദ്രനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം നല്ല രസകരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാള മൂവിയാണ് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ്. ഫെബി ജോർജിന്റെ സംവിധാനത്തിൽ സണ്ണി വെയിൻ, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഫാന്റസി ചിത്രമാണ് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ്. ഒരു ചലച്ചിത്ര സംവിധായകനായ ജിജോയുടെ ആദ്യത്തെ സിനിമ ഹിറ്റാവുകയും പിന്നീട് വന്ന സിനിമകൾ പരാജയപ്പെടുകയും ചെയ്തു. ഇതുമൂലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം. അപർണ ദാസ്, ദിനേശ് പ്രഭാകർ, മണികണ്ഠൻ പട്ടാമ്പി, നീന കുറുപ്പ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. തെറ്റായ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന പേടിയും അതുകൊണ്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രമേയം. സൈക്കോളജിക്കൽ ഹൊറർ സീരീസായ ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സിന്റെ നിർമ്മാതാക്കളാണ്. മാർച്ച് 26 മുതൽ ഈ സീരീസിന്റെ 8 എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ഹൗസ് ഓഫ് ഡേവിഡ്. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസ് ആണ് ഹൗസ് ഓഫ് ഡേവിഡ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 27 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തെലുങ്ക് മൂവിയാണ് അമരാവതിക്ക് ആഹ്വാനം. ഹൊറർ ത്രില്ലർ സിനിമയായ അമരാവതിക്ക് ആഹ്വാനത്തിൽ ധന്യ ബാലകൃഷ്ണ, സുപ്രീത, എസ്റ്റർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. GVK സംവിധാനം ചെയ്ത ഈ മൂവി ആഹ OTT പ്ലാറ്റ്ഫോം വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് വിക്ഡ് ഫോർ ഗുഡ്. ഇതിന്റെ ഫസ്റ്റ് ഭാഗമായ വിക്ഡ് എന്ന മൂവിയുടെ രണ്ടാം ഭാഗമാണ് വിക്ഡ് ഫോർ ഗുഡ്. ഒരു മ്യൂസിക്കൽ ഫാന്റസി മൂവിയായ വിക്ഡ് ഫോർ ഗുഡ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിൽ ഇന്ത്യക്കകത്ത് സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി US-ൽ മാർച്ച് 20 പീകോക്ക് OTT പ്ലാറ്റ്ഫോം വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാള മൂവിയാണ് അനോമി. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മരാത്ത് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനോമി. ഈ ചിത്രത്തിൽ ഭാവനയെ കൂടാതെ റഹ്മാൻ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം 20 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഹേ ബൽവന്ത്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വികാരങ്ങളും നർമ്മങ്ങളും സമന്വയിപ്പിച്ച് ഒരു കോമഡി ഡ്രാമ ഫിലിമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാള മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു.
ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫ്ര ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസാണ് ജാസ് സിറ്റി. സംഗീതത്തിനും രാജ്യസ്നേഹത്തിനും വിപ്ലവത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡ്രാമ സീരീസാണ് ജാസ് സിറ്റി. സോണി ലീവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഹിന്ദി മൂവിയാണ് ബോർഡർ 2. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ആക്ഷൻ വാർ മൂവിയാണ് ബോർഡർ 2. ബോർഡർ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ബോർഡർ 2. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത ഈ മൂവിയിൽ സണ്ണി ഡിയോളിനെ കൂടാതെ വരുൺ ധവാൻ, അഹാൻ ഷെട്ടി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.